السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن عمر بن الخطاب رضي الله عنه سمعت رسول الله صلى الله عليه وسلم يقول: يأتي عليكم أويس بن عامر مع أمداد أهل اليمن من مراد ثم من قرن كان به برص فبريء منه إلا موضع درهم له والدة هو بها بر لو أقسم على الله لأبره فإن استطعت أن يغفر لك فافعل. റവാഹു മുസ്ലിം. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അള്ളാഹുവിൻ്റെ മുൻപിൽ ദുആ ഇരുന്നിട്ടോ അതിന് ഇജാബത്ത് കിട്ടുന്ന സന്ദർഭങ്ങളെ സംബന്ധിച്ചും സമയങ്ങളെ സംബന്ധിച്ചും സാഹചര്യങ്ങളെ സംബന്ധിച്ചും ഒക്കെയാണ് നമ്മൾ സംസാരിച്ചു വന്നിരുന്നത്. അതിൽ ഉവൈസുൽ ഖർനി എന്ന് പറയുന്ന മഹാരഥനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നിട്ടും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമെ ഒരു പ്രാവശ്യം പോലും കണ്ടിട്ടില്ലാത്ത, മാതൃസ്നേഹത്തിൻ്റെ തുല്യതയില്ലാത്ത മാതൃക. അദ്ദേഹത്തിൻ്റെ ചരിത്രം സുദീർഘമാണ്. വളരെ ഹ്രസ്വമായി മനസ്സിലാക്കാൻ ഉതകുന്ന ഒരു ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി പുറപ്പെട്ട കൂട്ടത്തിൽ അദ്ദേഹവും ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ ഉമ്മ തനിച്ചാണ് എന്ന് മനസ്സിലാക്കി തിരിച്ചു പോകുന്നു. റസൂലിനെ കണ്ടില്ല. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിന് ശേഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കാണുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, യഅതി അലൈക്കും ഉവൈസ് ബിൻ ആമിർ അല്ലെങ്കിൽ ഉവൈസുൽ ഖർനി. അദ്ദേഹം രണ്ട് നാട്ടുകാരനാണ്. ഒന്ന് മുറാദ് എന്ന് പറയുന്ന ഭാഗത്തും മറ്റൊന്ന് കർണും. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പേരായ കർണിനോട് ചേർത്തിയാണ് അദ്ദേഹത്തെ ഉവൈസുൽ ഖർനി എന്ന് പറയുക. അദ്ദേഹം അഹ്ലി യമൻ ആയ കുറെ ആളുകളുമായിട്ടാണ് വരിക. മിൻ മുറാദിൽ നിന്ന് സുമ്മ മിൻ ഖർണിൽ നിന്ന്. കാന ബിഹി ബറസുൻ. അദ്ദേഹത്തിന് വെള്ളപ്പാണ്ടുണ്ട്, ശരീരത്തിൽ മുഴുവൻ വെള്ളപ്പാണ്ടുണ്ട്. ഫബരീഉ മിൻഹു. അങ്ങനെ ആ വെള്ളപ്പാണ്ട് ശരീരത്തിൽ നിന്ന് മുഴുവൻ തേഞ്ഞു മാഞ്ഞു പോയി. ഇല്ലാ മൗളിഅ ദിർഹമിൻ. ഒരു നാണയത്തിന്റെ വട്ട് എത്രയാണോ ഉള്ളത് അത്ര ഒഴികെ. അത് അദ്ദേഹത്തിന്റെ വയറ്റത്താണുള്ളത്. അതാണ് അദ്ദേഹത്തിന്റെ അടയാളം. ഇനിയാണ് ബാക്കിയുള്ളത്. ലഹു വാലിദത്തുൻ. അദ്ദേഹത്തിനൊരു ഉമ്മ ഉണ്ടായിരുന്നു. ഹുവ ബിഹാ ബർറുൻ. ആ ഉമ്മാനെ അങ്ങേയറ്റത്തെ സ്നേഹമാണ്. അതിൻ്റെ പേരിൽ അദ്ദേഹം നടത്തിയ ത്യാഗങ്ങൾ ഒരുപാടുണ്ട്. നമുക്കറിയാലോ, ഇന്ന് മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ അവർ വഴി പുണ്യത്തിൽ എത്തണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ കുറവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റിളല്ലാഹ്, അള്ളാഹിന്റെ തൃപ്തി നേടാൻ വേണ്ടി ഹജ്ജ് ചെയ്യുന്ന, ഉംറ ചെയ്യുന്ന, നിസ്കരിക്കുന്ന, നോമ്പ് പിടിക്കുന്ന, ഖുർആൻ ഓതുന്ന ഒക്കെ ആൾക്കാരുണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ റിള നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടോ എന്നുള്ളതാണ്. റിളല്ലാഹ്, അള്ളാഹിന്റെ റിള കിട്ടുക എങ്ങനെയാ? ഫീ റിളൽ വാലിദൈനി. മാതാപിതാക്കളുടെ തൃപ്തിയിൽ കൂടിയാണ്. അതാണ് ഡോറ്. അത് കടന്നിട്ടേ വരുള്ളൂ. അത് അടഞ്ഞാൽ ആ തൃപ്തി വേറെ ഭാഗത്തൂടെ പോകും. വസുഖ്തുല്ലാഹി. അള്ളാഹുവിന്റെ കോപം. കള്ളു കുടിക്കുന്നില്ല, വ്യഭിചരിക്കുന്നില്ല, ശിർക്ക് ചെയ്യുന്നില്ല, മറ്റു തെമ്മാടിത്തരങ്ങളോ തോന്നിവാസങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ മാതാപിതാക്കളുടെ കോപം ഒരാളിൽ ഉണ്ടായാൽ പിന്നെ അയാൾക്ക് അള്ളാഹുവിന്റെ കോപം തേടി വരാൻ മറ്റൊരു മാർഗവുമില്ല. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാതാപിതാക്കളെ സംബന്ധിച്ച് മനസ്സിലാക്കി തന്നത്. ഈ മനുഷ്യനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാതാവിനോടുള്ള സ്നേഹം കാണിച്ചതിന്റെ ഭാഗമായിട്ട് വെള്ളപ്പാണ്ട് മാറാരോഗങ്ങളിലാണ് രേഖപ്പെടുത്തുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ഇതിൻ പ്രകാരം മോചിതത്ത് എന്ന നിലയിൽ വെള്ളപ്പാണ്ടുള്ള ആളുകളെ സുഖപ്പെടുത്തിയിട്ടുണ്ട്. അതല്ലാത്ത സുഖപ്പെട്ട ഏക വ്യക്തി ഉവൈസുൽ ഖർനിയാണ്. ഇനി അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞറിയോ, ഇങ്ങനെ വെള്ളപ്പാണ്ട് പള്ളയുടെ ഭാഗത്ത് ഉള്ള ഒരാളെ മുറാദ് അല്ലെങ്കിൽ കർണ് ഗോത്രത്തിൽ നിന്ന് വരുന്നതായി കണ്ടെത്തിയാൽ ലൗ അഖസം അല്ലാഹ്, അദ്ദേഹത്തിന് പ്രത്യേകം അറിയോ, അദ്ദേഹം എങ്ങാനും അള്ളാഹുവോട് ഖസം ചെയ്ത് പറഞ്ഞാൽ, ഉറപ്പിച്ചു പറഞ്ഞാൽ, ല അബറുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പുണ്യം ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഉമറേ എന്ന് വിളിച്ചിട്ട് പറയാം, നിനക്കെങ്ങാനും പൊറുക്കൽ തേടാൻ കഴിയുമെങ്കിൽ
നീ അദ്ദേഹത്തെ കൊണ്ട് പൊറുക്കൽ തേടിച്ചോ. ഫഫ്അലു, നീ അങ്ങനെ ചെയ്യുക പറഞ്ഞു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ദുആ ചെയ്താൽ ആ ദുആയ്ക്ക് ഉത്തരം കിട്ടും. എന്താ കാരണമുള്ളത്? നമുക്കൊക്കെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു, ഇനിയും ഉണ്ട്. അവരെ സ്നേഹിച്ച് അവർ വഴി സ്വർഗത്തിലെത്താനും അള്ളാഹുവിന്റെ പ്രീതി കിട്ടാനും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനും നിമിത്തമായി തീരും എന്ന് മനസ്സിലാക്കാനാണ് ഈ സന്ദർഭം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ ഒന്നുകിൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളോടുള്ള അക്രമമോ അനീതിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ അപ്രിയം വരാൻ സാധ്യതയുള്ളതോ ചെയ്തിട്ടുണ്ടാകാം. മരിച്ചുപോയ ആളുകളാണെങ്കിലോ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ ഈ ശബ്ദം കേട്ടിട്ട് അല്ലെങ്കിൽ ഇതിനു ശേഷം നേരെ ഓടിച്ചെന്ന് ആ ഉമ്മാന്റെ കാൽക്കൽ കെട്ടിപ്പിടിച്ച് കണ്ണീര് വാർത്തമുക്കുകയാണെങ്കിൽ ഉമ്മ പാപം ശാപമായി വരാതിരിക്കാൻ ഞാൻ നിങ്ങളോട് ചെയ്തു പോയതിന് പുറത്തു തരണേ എന്ന് പറയാൻ പറ്റും. മരിച്ചവരാണെങ്കിലോ മഗ്ഫിറത്തിനെ തേടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അപാകതകൾ പരിഹരിച്ച് ജീവിതം ധന്യമാക്കി പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാവുന്നതിന്റെ എല്ലാ തടസ്സങ്ങളും നീക്കി തന്ന് നല്ല രൂപത്തിൽ ദുആ ചെയ്യാനും ആ ദുആയ്ക്ക് ഇജാബത്ത് കിട്ടാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്ന പാകപ്പിഴവുകൾ അല്ലാഹു പരിഹരിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ കൂട്ടത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നുമൊക്കെ ഈ അടുത്തും ഒരുപാട് കാലത്തിനും മുൻപുമൊക്കെ മരണപ്പെട്ടു പോയ നമ്മുടെ ഉറ്റവരും ഉടയവരുമായവർ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖയായ ജീവിതം റാഹത്താക്കി കൊടുക്കട്ടെ. അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിലെത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ശാരീരികമായ അവശതയുള്ള ആളുകൾ എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. ശാരീരികമായി സാമ്പത്തികമായി മാനസികമായി പ്രയാസപ്പെടുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു ലഘൂകരിക്കുകയും എല്ലാവിധ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലായ്മ ചെയ്യുകയും ചെയ്യട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. ഉപജീവന മാർഗത്തിൽ അല്ലാഹു ഖൈറും ബർക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. മരണസമയം വരെ തഖ്വയുള്ളവരായി ജീവിക്കുവാനും മരണസമയത്ത് അഫ്ദൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിക്കൊണ്ട് കണ്ണടയ്ക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.